നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിലെ ബ്രസീൽ ടീമിൻ്റെ ആദ്യ കളി കണ്ടിട്ട് വിലയിരുത്തുന്ന തിരക്കിലാവുമല്ലോ ആരാധകരെ, അതുപോലെ എക്സ്പേർട്ടുകൾ. എന്നാൽ ഇത് ഏറ്റവും ആധികാരികമായിട്ട് വിലയിരുത്തി അടുത്ത കളിക്ക് മുമ്പ് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ പരിഹരിക്കേണ്ട ഒരാളില്ലേ, അത് കാർലോ ആഞ്ചലോട്ടിയാണ്. ആ ആഞ്ചലോട്ടി കളിയെ വിലയിരുത്തിയിട്ടുണ്ട്. കളിക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ, അദ്ദേഹം പറയുന്നു ടീം നല്ല രൂപത്തിലല്ല സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ പിന്നെ കാര്യങ്ങൾ മെച്ചപ്പെട്ടു, റിസൾട്ടിൽ സംതൃപ്തിയുണ്ട്. മൊറോക്കോ മികച്ച ടീമാണ്, അതുകൊണ്ട് ഡ്രോ ഇവിടെ ഒരു മോശം റിസൾട്ട് അല്ല. അതുമാത്രമല്ല ആദ്യ കളിയിലല്ല വേൾഡ് കപ്പ് ജയിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. യെസ്, വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള കോച്ചാണ് കാർലോ ആഞ്ചലോട്ടി. ചാമ്പ്യൻസ് ലീഗിലൊക്കെ അടക്കം ഈ രൂപത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാറുള്ളത്. അത് തന്നെ അദ്ദേഹം ഇവിടെയും പറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക്, അതായത് ടീം നല്ല രൂപത്തിലല്ല സ്റ്റാർട്ട് ചെയ്തത്, താരങ്ങൾ ഒരല്പം ആങ്ഷ്യസ് ആയിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആ വാക്കുകളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. കോച്ച് പറയുന്നു, ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾ നല്ല രൂപത്തിലല്ല മത്സരം സ്റ്റാർട്ട് ചെയ്തത്. ടീം കുറച്ച് വറീഡായിരുന്നു, കുറച്ച് ആങ്ഷ്യസ് ആയിരുന്നു, ഒരുപാട് ബോളുകൾ നഷ്ടപ്പെടുത്തി, ഒരുപാട് ഡ്യുവൽസിൽ പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഫസ്റ്റ് ഹാഫ് അത്ര നല്ലതായിരുന്നില്ല, എന്നാൽ സെക്കൻഡ് ഹാഫിൽ ടീം ഇമ്പ്രൂവ് ചെയ്തു. ഇതൊരു ഡിഫിക്കൽട്ട് ഗെയിമാണ്, കാരണം മൊറോക്കോ ഒരു നല്ല ടീമാണ്, നമ്മളത് മനസ്സിലാക്കണം. സ്വാഭാവികമായിട്ടും ആദ്യ മത്സരം, വേൾഡ് കപ്പിൽ ആദ്യ മത്സരം എന്ന് പറയുമ്പോൾ താരങ്ങൾക്കൊരു ഉത്കണ്ഠയും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാവും. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേജിൽ ശരിക്കും പ്രഷർ, ആ ഒരു സമ്മർദ്ദമുണ്ടായി. ട്രാൻസിഷനുകളിൽ ഡേഞ്ചറസ് ആയിട്ട് എതിരാളികൾ ട്രാൻസിഷൻ നടത്തുകയും ചെയ്തു. സോ ഞങ്ങൾ കുറച്ചുകൂടി മത്സരം ആ ഒരു സമയത്ത് കൺട്രോൾ ചെയ്യേണ്ടിയിരുന്നു എന്നാണ് കോച്ച് ആദ്യ പകുതിയെക്കുറിച്ച് വിലയിരുത്തിയിരിക്കുന്നത്. ദെൻ രണ്ടാം പകുതിയിൽ കുറച്ചുകൂടി ടീം ബെറ്റർ ആയല്ലോ. സോ മത്സരം ഡ്രോ ആയതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, റിസൾട്ടിൽ സംതൃപ്തി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യെസ്, സാറ്റിസ്ഫൈഡ്. യെസ്, കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു, പക്ഷേ മൊറോക്കോയെ പോലുള്ള നല്ലൊരു ഓപ്പണറിനോട് കളിക്കുമ്പോൾ ഇത് സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ റിസൾട്ടിൽ എനിക്ക് സംതൃപ്തിയുണ്ട്. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ് എന്നുകൂടി അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ആഞ്ചലോട്ടി ഒരിക്കൽ കൂടി എടുത്തു പറയുന്ന ഒരു കാര്യം, ടീം ഫസ്റ്റ് ഹാഫിൽ ശരിക്കും ആങ്ഷ്യസ് ആയിരുന്നു എന്നുള്ളതാണ്. ബോളുകൾ നഷ്ടപ്പെട്ടു, സെക്കൻഡ് പാർട്ട് മച്ച് ബെറ്റർ ആയിരുന്നു, ടീം അടുത്ത മത്സരത്തിൽ ഇമ്പ്രൂവ് ആവും. അദ്ദേഹം പറയുകയാണ്, ദി ടീം ഹാഡ് പ്രോബ്ലംസ് ഇൻ ദി ഫസ്റ്റ് ഹാഫ്, ലോട്ട്സ് ഓഫ് ബോൾ ലോസ്റ്റ്, പക്ഷേ അടുത്ത മത്സരത്തിൽ ദി ടീം വിൽ ഇംപ്രൂവ് ഇൻ ദി നെക്സ്റ്റ് ഗെയിം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു കളി കൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. വേൾഡ് കപ്പിലെ ഫസ്റ്റ് ഗെയിമാണ്, എന്തും സംഭവിക്കാം. ടീം ഒരു പെർഫെക്റ്റ് ഫസ്റ്റ് ഗെയിം അല്ല കളിച്ചതെന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ ദി റിസൾട്ട് ഈസ് നോട്ട് ബാഡ്. എന്തായാലും അടുത്ത മത്സരത്തിൽ ഞങ്ങൾ കൂടുതൽ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ വേൾഡ് കപ്പ് കാൻ ബി വൺ ഇൻ ദി ഫസ്റ്റ് ഗെയിം എന്ന കാര്യം കൂടി ഓർക്കുക. ആദ്യ മത്സരം കൊണ്ട് ആരും വേൾഡ് കപ്പ് ജയിച്ചിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ശരിയല്ലേ? ആദ്യ കളി നോക്കിയിട്ടാണ് വേൾഡ് കപ്പ് കൊടുക്കുന്നത്. ഇവിടെ കഴിഞ്ഞ തവണ കപ്പെടുത്തവർ ആദ്യ കളി തോറ്റിട്ട് പിന്നെ കപ്പെടുത്തില്ല. അതുകൊണ്ട് ഒറ്റ കളി കൊണ്ട് എഴുതി തള്ളേണ്ട, കോച്ച് പറഞ്ഞതാണ് അതിൻ്റെ ശരി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.